നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കറന്റ് കട്ട് തുടരും. കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ് ന്യൂസ് 18നോട്. നിയന്ത്രണം ആവശ്യത്തിന് മഴ കിട്ടും വരെയെന്നും മന്ത്രി. UDF വന്നതോടെ പവർ കട്ടും വന്നെന്ന് ബിനോയ് വിശ്വം. കറന്റ് ഇല്ലാത്തതിനാൽ ലോകകപ്പ് കാണാനാകാതെ മാളയിൽ KECB ഓഫീസിന് നേരെ യുവാക്കളുടെ അതിക്രമം. KECB ജീവനക്കാരന് പരിക്ക്. മുഖ്യമന്ത്രി VD സതീശനെതിരെ കടുപ്പിച്ച് NSS. വൈകിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. J. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങളിലും പ്രതിഷേധം. സർക്കാർ അഭിഭാഷക നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയും KSUവും രണ്ട് തട്ടിൽ. KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് സന്ദർശനാനുമതി നൽകിയില്ല. KSUവിന്റെ അനിഷ്ടം. നിയമന കാര്യങ്ങളിൽ സംഘടനയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ. മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് KPCC വക്താവ് VR അനൂപ്. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്കുള്ള പരിഗണനയെങ്കിലും KSUക്കാർക്കും PM നിയാസിനും നൽകാമായിരുന്നുവെന്ന് പോസ്റ്റിൽ പറയുന്നു. CPMന് CPIയുടെ മുന്നറിയിപ്പ്. പ്രതിപക്ഷ ഉപനേതൃപദവി അവകാശവാദത്തിൽ പിന്നോട്ടില്ല. പദവിക്കായുള്ള ആവശ്യം അടഞ്ഞ അധ്യായമല്ലെന്ന് ബിനോയ് വിശ്വം. ഭിന്നിപ്പല്ല, കമ്മ്യൂണിസ്റ്റ് ഐക്യമാണ് ശരിയെന്ന് CPM മനസ്സിലാക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. വൈദ്യുതി മന്ത്രിയായ സണ്ണി ജോസഫിന് പകരം പുതിയ KPCC പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ മടങ്ങിയെത്തിയാൽ തീരുമാനം. കൊടുക്കുന്നിൽ സുരേഷോ മാത്യു കുഴൽനാടനോ അധ്യക്ഷനാകാൻ സാധ്യതയേറെ. ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ, ആന്റണി എന്നിവരും പരിഗണനയിൽ. മുഴുവൻ സമയ പ്രസിഡന്റ് ഇല്ലാത്തത് പാർട്ടി ഏകോപനത്തെ ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിൽ ഹൈക്കമാൻഡ്. കള്ളാടി ദുരന്തത്തിലേക്ക് നയിച്ചതിൽ പിണറായി സർക്കാരിന്റെ വീഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് 18. മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് നടത്തിയത് നിരവധി ചട്ടലംഘനങ്ങൾ. തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക പഠനം വേണ്ടെന്ന് ശാഠ്യം പിടിച്ചു. തീരുമാനമെടുപ്പിച്ചു. പിണറായി വിജയന്റെയും ജയതിലകിന്റെയും വഴിവിട്ട ഇടപെടലുകൾ രേഖകളിൽ വ്യക്തം. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ആദ്യ മാസം പ്രിയദർശിനി ബസ്സുകളിൽ 3.81 കോടി സൗജന്യ യാത്രകൾ നടന്നെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പ്രതിദിനം സൗജന്യ യാത്ര ചെയ്യുന്നത് 12.71 ലക്ഷം സ്ത്രീകൾ. വിനോദസഞ്ചാര മേഖലയിൽ പദ്ധതി ഗുണകരമായ മാറ്റമുണ്ടാക്കിയെന്നും മന്ത്രി. ചെന്താമര പ്രതിയായ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ വിധി തിങ്കളാഴ്ച. ശിക്ഷയിൽ അന്തിമവാദം കഴിഞ്ഞു. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം. പ്രകോപിപ്പിച്ചാൽ ആരെയും കൊല്ലുമെന്ന് പറയുന്ന പ്രതിയെ എങ്ങനെ സമൂഹത്തിൽ വിടാൻ പറ്റുമെന്ന് പ്രോസിക്യൂഷൻ. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ദീപം തെളിയിക്കും. ദർശനം നാളെ രാവിലെ 5 മണി മുതൽ. കോഴിക്കോട് സ്വദേശി അർജുൻ മരിച്ച ഷിരൂർ ദുരന്തത്തിന് ഇന്ന് 2 വയസ്സ്. തുടക്കം മുതൽ ഒപ്പം നിന്നിട്ടും കുറ്റപ്പെടുത്തലുണ്ടായെന്ന് മനാഫ് ന്യൂസ് 18നോട്. വേണ്ടിയിരുന്നെങ്കിൽ സ്വത്ത് വിറ്റും തെരച്ചിൽ നടത്തുമായിരുന്നുവെന്നും മനാഫ്. ഇറാനിൽ ആക്രമണം കനത്തതോടെ ഷിപ്പിംഗ് കമ്പനികൾക്ക് കർശന നിർദ്ദേശവുമായി കേന്ദ്രം. ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകളിൽ ഇന്ത്യക്കാരെ നിയോഗിക്കരുത്. ഇറാന്റെ ആക്രമണത്തിൽ ഗൾഫിൽ വ്യാപക നാശനഷ്ടം. ഡ്രോൺ വീണ് കുവൈറ്റിലെ വെയർഹൌസ് തകർന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇറാനെ ആക്രമിച്ചാൽ ഗൾഫിനെ തകർക്കുമെന്ന് ഇറാൻ സൈന്യം. നാലു വർഷമായി യുദ്ധം തുടരുന്ന യുക്രൈനിൽ വീണ്ടും മന്ത്രിസഭാ പുനഃസംഘടന നടത്തി പ്രസിഡന്റ് സെലൻസ്കി. ഇത്തവണ പുറത്തായത് പ്രതിരോധ മന്ത്രി മിഖായിലോ ഫെദോറോവ്. യുദ്ധകാലത്ത് ഡ്രോൺ വികസനത്തിൽ യുക്രൈനെ സഹായിച്ച പ്രധാനി ഫറോദോവ് പ്രതിരോധ മന്ത്രി സ്ഥാനത്തിരുന്നത് 6 മാസം മാത്രം. ക്ലെമൻകോ പുതിയ പ്രതിരോധ മന്ത്രിയാകും.
ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടിനെ അർജന്റീന വീഴ്ത്തിയത് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകൾക്കും വഴി തുറന്നത് ലയണൽ മെസ്സി. ഗോൾഡൻ ബൂട്ടിൽ എംബാപ്പയെ പിന്തള്ളി മെസ്സി മുന്നിൽ. വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണ്. വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞ വർഷം ഇതേ സമയം 60% ഇപ്പോൾ 16 മുതൽ 17% വരെയായി കുറഞ്ഞു. വൈദ്യുതി ഉപഭോഗവും ഗണ്യമായി വർദ്ധിച്ചു. മഴയുടെ ലഭ്യത സുഗമമാകുന്നതുവരെ നിയന്ത്രണം തുടരും എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. ന്യൂസ് 18നോടായിരുന്നു പ്രതികരണം. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുത്ത വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. മന്ത്രി സണ്ണി ജോസഫ്, വൈദ്യുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി, എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? വൈദ്യുതി മേഖലയിൽ നല്ല പ്രശ്നങ്ങൾ തന്നെയുണ്ട്. 2-3 കാരണങ്ങളാണ് മെയിനായിട്ട്. ഒന്ന്, ഉപയോഗത്തിൽ വർധനവ്. കഴിഞ്ഞ വർഷം 2025 ഈ സമയത്ത് നമുക്ക് 1500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമെങ്കിൽ 2026 അത് 4700 മുതൽ 4800 വരെ ആവശ്യത്തിൽ 1000 മെഗാവാട്ടിലധികം വർധനവുണ്ടായിട്ടുണ്ട്. കാരണം കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നു, കൂടുതൽ എയർ കണ്ടീഷണർ വരുന്നു, കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നു, കൂടുതൽ വീടുകൾ വരുന്നു, കൂടുതൽ ഉപയോഗം വരുന്നു, ഉപകരണങ്ങൾ വരുന്നു. അപ്പോൾ ഉപയോഗത്തിൽ വർധനവുണ്ടായി. കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 17-18 ദശലക്ഷം യൂണിറ്റായിട്ട് കുറഞ്ഞു. കാരണം എന്താ? വെള്ളത്തിൻ്റെ ലഭ്യത കഴിഞ്ഞ പ്രാവശ്യം 60% കഴിഞ്ഞ ജൂലൈ മാസത്തിലെങ്കിൽ ഇപ്രാവശ്യം അത് 28%, 30-ൽ താഴെയായി, പകുതിയിൽ താഴെയായി. അപ്പോൾ നമ്മളുടെ ജലവൈദ്യുത നിലയങ്ങളിലെ വെള്ളത്തിൻ്റെ തോത് കുറഞ്ഞു, ഉൽപ്പാദനം കുറഞ്ഞു. പിന്നീട് ഇന്നിപ്പോൾ ഉള്ള പ്രതിഭാസം അത് കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. അതുകൊണ്ട് ലഭിക്കാനുള്ള സാധ്യതയും കുറഞ്ഞു. നമ്മളൊരു ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു ആര്യാടൻ മന്ത്രിയായിരുന്നപ്പോൾ. അത് പിന്നീട് റദ്ദാക്കപ്പെട്ടു. അതിനെതിരെ നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. അത് റദ്ദാക്കിയതോടുകൂടി നമുക്ക് ഈ വൈദ്യുതി ലഭ്യത കുറഞ്ഞു. പിന്നെ നമ്മൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി അത് ആവശ്യത്തിൽ നമുക്ക് കൂടുതൽ തന്നെയുണ്ട്. ഇപ്പം പകൽ 1 പൈസയാണ് ഒരു യൂണിറ്റിൻ്റെ വിലയെങ്കിൽ രാത്രിയാകുമ്പോൾ അതിന് 10 രൂപ കൊടുത്താൽ കിട്ടാത്ത സാഹചര്യമുണ്ട്. കൃത്യമായി മനസ്സിലാക്കണം. പകൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 1 പൈസയ്ക്ക് കിട്ടുമെങ്കിൽ, 1 രൂപയല്ല, 1 പൈസയ്ക്ക് കിട്ടുമെങ്കിൽ രാത്രി 10 രൂപ കൊടുത്താലും അത് കിട്ടാത്ത സാഹചര്യമുണ്ട്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ രാത്രിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ കേരളത്തിൽ സംവിധാനങ്ങളില്ല. ആ സ്റ്റോർ സംവിധാനത്തെ ബാറ്ററി സ്റ്റോറേജ് എന്ന് പറയും. ആ സ്റ്റോറിങ് സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ നിയന്ത്രണം എപ്പോൾ വരെ തുടരും? മഴ കിട്ടുന്നത് വരെ ഈ നിയന്ത്രണം തുടരേണ്ടി വരും. പിന്നെ അതിനിടയിൽ ഇത് ലഘൂകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഹ്രസ്വകാല കരാറുകൾക്ക് അനുമതിക്കായിട്ട് കമ്മീഷൻ്റെ മുമ്പാകെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ വൈദ്യുതി ലഭ്യമാക്കാമോ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങൾ വിജയിക്കുന്നതനുസരിച്ചായിരിക്കും ഇത്. ജനങ്ങൾക്കുള്ള പ്രയാസം മനസ്സിലാക്കുന്നു. ചില കാര്യങ്ങളിൽ ജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ചില നിയന്ത്രണങ്ങൾ സ്വയമേവ ഏർപ്പെടുത്താം. രാത്രികാല ഉപയോഗം ആവശ്യത്തിന് മാത്രം ലൈറ്റുകൾ ഇടുക, ബൾബുകൾ ഇടുക. ഞാനിവിടെ ആവശ്യമില്ലാത്ത ഓഫാക്കാൻ ഇവരോടെല്ലാം പറയുന്നുണ്ട്. ഞാൻ തന്നെ ഓഫാക്കും. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ. ഇന്നലെ കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘം മറ്റൊരു കാര്യത്തിന്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കേരളം സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായിട്ടും ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ്, അദ്ദേഹം പറഞ്ഞ കാര്യം, കേന്ദ്രം ഇപ്പോൾ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. നമ്മൾ എയർ കണ്ടീഷൻ 27 ഡിഗ്രി സെൽഷ്യസിൽ കുറയ്ക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. 25 ഡിഗ്രി ഇട്ടാൽ നമുക്ക് ആവശ്യത്തിന് തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ ഇലക്ട്രിക് അയൺ, ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇസ്തിരി ഇടുന്ന ആളാണ്. രാത്രിയിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, മറ്റുപകരണങ്ങളുടെ ഉപയോഗം രാത്രിയിൽ കുറയ്ക്കുക, ആഡംബര ലൈറ്റുകൾ രാത്രിയിൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അത് വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വീടുകളിലും ചില അനാവശ്യമായ ലൈറ്റുകൾ ഉപയോഗം കുറയ്ക്കുക. മുൻ മന്ത്രി AK ബാലൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നോട് അഭ്യർത്ഥിക്കുകയല്ല, ഞാൻ സഹപാഠി ആയതുകൊണ്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു. അദ്ദേഹം ഒരു കോൾ കൊടുത്തിരുന്നു, ഒരു ആഹ്വാനം കൊടുത്തിരുന്നു, ഒരു അഭ്യർത്ഥന നൽകിയിരുന്നു. ഇത്തരത്തിൽ ഉപയോഗം രാത്രി കാലങ്ങളിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് സഹകരിക്കാൻ. ഞാനിപ്പോൾ അത് ആവർത്തിക്കുകയാണ്. അന്ന് അതിന് നല്ല റിയാക്ഷൻ. പിന്നെ ഇത് ഗവൺമെൻറ് മാറിയത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസം 22 മുതലുള്ള തീയതികളിൽ വൈദ്യുതി ഇതേപോലെ നിയന്ത്രണം ഉണ്ടായിരുന്നു.
മെയ് മാസം 10-11 തീയതികളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വൈദ്യുതി മുടക്കം സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. UDF വന്നതോടെ സംസ്ഥാനത്ത് പവർ കട്ടും വന്നെന്ന് ബിനോയ് വിശ്വം വിമർശിച്ചു. എല്ലാ ചെറുപ്പക്കാരും അല്ലാത്തവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ മത്സരം കാണാൻ അവർക്കാകുന്നില്ല. എല്ലാ വീടുകളിലും ആ പ്രയാസങ്ങളുണ്ട്. ആശുപത്രികൾക്കെല്ലാം മുന്നോട്ട് പോകാനുള്ള ചെലവുകൾ ഏറിയിരിക്കുകയാണ്. ജീവിതമാകെ തന്നെ ഇന്നിപ്പോൾ അതിൻ്റെ ഞെരുക്കത്തിലാണ്. നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് 10 കൊല്ലത്തെ കാര്യം. LDF ഭരിച്ച 10 കൊല്ലം കേരളത്തിൽ പവർ കട്ടെന്ന ഒന്ന് ഉണ്ടായിട്ടേയില്ല. LDF പോയി, UDF വന്നു, പവർ കട്ടും വന്നു എന്ന് പറഞ്ഞാൽ UDF എന്നാൽ പവർ കട്ടെന്നാണ്. UDF എന്നാൽ വെളിച്ചത്തെ അകറ്റുന്നുവെന്നാണ്. UDF എന്നാൽ ഇരുട്ടിനെ വരവേൽക്കുന്നുവെന്നാണ്. അതാണ് രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. LDF രാഷ്ട്രീയം പവർ കട്ടിനോട് യാത്ര പറഞ്ഞുവെങ്കിൽ UDF രാഷ്ട്രീയം പവർ കട്ടിനെ വരവേൽക്കുന്നുണ്ട്. ആ സത്യവും നാം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് അവകാശമാണ് വൈദ്യുതി. അത് ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് പങ്ക് വഹിക്കണമോ ആ പങ്ക് വഹിക്കണം. ലോഡ് ഷെഡിംഗ് കാരണം ലോകകപ്പ് മത്സരം കാണാൻ കഴിയാത്തതിൽ KSEB ഓഫീസിൽ കയറിയ അതിക്രമം. തൃശൂർ മാള അന്നമ്മ നടയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഒരു സംഘം യുവാക്കളാണ് അതിക്രമം നടത്തിയത്. ആക്രമണത്തിൽ KSEB ജീവനക്കാരൻ നിതിന് പരിക്കേറ്റു. ഇയാൾ ചികിത്സയിലാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അടഞ്ഞ അധ്യായമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയത്തിൽ ഒന്നിനും ഫുൾ സ്റ്റോപ്പില്ല. ഭിന്നിപ്പല്ല ശരി, ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ജീവിതത്തിനകത്തും രാഷ്ട്രീയത്തിലും ഒന്നിനും ഫുൾ സ്റ്റോപ്പില്ല. ഫുൾ സ്റ്റോപ്പില്ല. ഒരു അധ്യായവും അടഞ്ഞ അധ്യായങ്ങളല്ല. മുഖ്യമന്ത്രിക്കെതിരെ NSSന്റെ പ്രതിഷേധം. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായാണ് പ്രകടനം. ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങളിലും പ്രതിഷേധമുണ്ട്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്നലെ എന്താണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നത് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. അതിനുശേഷം സുകുമാരൻ നായർ അതിനുള്ള പ്രതികരണവും നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് NSS നീങ്ങുന്ന സാഹചര്യം എന്താണ്? രണ്ടു കാരണങ്ങളാണ് NSSന് ഇന്നത്തെ പ്രതിഷേധത്തിനുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രി സുകുമാരൻ നായർക്ക്, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. പക്ഷെ അതിനുശേഷവും സുകുമാരൻ നായർ സതീശന്റെ ആ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ തിരികെ വിളിക്കുമായിരുന്നു. സതീശനിൽ നിന്ന് അതുണ്ടാകുന്നില്ല. ഇനി ആരും എന്നെ കാണാൻ വേണ്ട എന്ന കടുത്ത നിലപാട് സുകുമാരൻ നായർ ഇന്നലെ സ്വീകരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറിക്കെതിരെ നടത്തിയ മന്നം സമാധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരോക്ഷ വിമർശനങ്ങളാണ്. അത് BJP NSSൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആശങ്ക നേരത്തെ NSS നേതൃത്വത്തിനുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ വിഷയത്തിലും തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് NSS താലൂക്ക് യൂണിയൻ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്താൻ തീരുമാനമെടുത്തത്. അതിൻ്റെ ഒരു സർക്കുലർ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ സംഘടനയായ നായർ സർവീസ് സൊസൈറ്റിയെയും അതിൻ്റെ നേതൃത്വത്തെയും അപകീർത്തിപ്പെടുത്തുന്നതിന് ബോധപൂർവമായി സമൂഹ മാധ്യമങ്ങളിലും മറ്റ് സംഘടനാ വിരുദ്ധം നടത്തുന്ന പ്രസ്താവനകൾ അപലപിക്കണം, തള്ളിക്കളയണം. അത് ഓരോ നായർ സമുദായങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സുകുമാരൻ നായർ അവരുടെയും സമുദായത്തെയും തേജോവധം ചെയ്യാനുള്ള പരിശ്രമം അപലപനീയമാണ്. അതിനെതിരെ മുഴുവൻ വനിതകളടക്കമുള്ള മുഴുവൻ NSS പ്രവർത്തകരും ഇന്നത്തെ മാർച്ചിൽ അണിനിരക്കണമെന്നാണ്. തിരുവനന്തപുരം താലൂക്ക് യൂണിയനാണിത് ആഹ്വാനം ചെയ്തതെങ്കിലും NSSന്റെ നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ അടക്കം ആളുകൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കും. ഇതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായി, അതേസമയം തന്നെ അദ്ദേഹത്തിന് നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ സുരേഷ് ഗോപി അടക്കമുള്ളവർക്കുമുള്ള വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തി പ്രകടനമായി മാറ്റാനാണ് തീരുമാനം. വൈകിട്ട് 4 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ലെന്ന് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ വന്ന് കണ്ടു. വെള്ളാപ്പള്ളി നടേശനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ അരമനകളിൽ പോയി
തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും വി.ഡി. സതീശൻ കണ്ടുവെന്ന വിമർശനമുണ്ട്. ആ സാഹചര്യത്തിലൊക്കെയാണ് NSSനെ അവഗണിക്കുന്നുവെന്ന ശക്തമായ പരാതി, വിമർശനം സംഘടനയ്ക്കുള്ളിലുള്ളത്. അതിൻ്റെ കൂടി ഭാഗമാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഈ ഇന്നത്തെ പ്രതിഷേധം. അതിനൊപ്പം തന്നെ BJP പ്രധാനപ്പെട്ട നേതാക്കൾ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത് BJP നിലപാടല്ല, അതായത് ഉപരാഷ്ട്രപതി പറഞ്ഞതും സുരേഷ് ഗോപി പറഞ്ഞതും BJP സംഘടനാ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരുമായിട്ട് തന്റെ ബന്ധമൊക്കെ വ്യക്തമാക്കി പ്രതികരിച്ചിരുന്നെങ്കിലും BJP ഇത്തരം നീക്കം നടത്തുമെന്ന ആശങ്ക NSSനുണ്ട്. NSSൽ പിടിമുറുക്കാൻ SNDPയിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ NSS കൂടി പിടിമുറക്കിയാൽ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. അത്തരമൊരു ആശങ്ക NSS നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക്, രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്യ പ്രതിഷേധത്തിലേക്ക് ആദ്യഘട്ടമെന്നതിൽ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ നീങ്ങുന്നത്. അതിന് NSSന്റെ നെയ്യാറ്റിൻകര യൂണിയന്റെ അടക്കം പിന്തുണയുമുണ്ട്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ നിർണായക തെളിവുകൾ പുറത്ത്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലഡ്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള കരാർ രേഖകളാണ് പുറത്തുവന്നത്. അവയവ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതിലാണ് കരാർ. ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം വരെ നൽകാമെന്നാണ് കരാർ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് തെളിവുകൾ സഹിതം പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഈ വ്യാജരേഖ ചമച്ചുള്ള അവയവക്കടത്ത് കേസിൽ നിർണായകമായ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുഖ്യപ്രതി നജീബ് കല്ലഡ്രയുടെ നേതൃത്വത്തിലുള്ള കല്ലഡ്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലാണ് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അവയവ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ നൽകാമെന്നുള്ളതാണ് കരാർ. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിൽ നേരത്തെ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ രേഖകൾ, വ്യാജരേഖകൾ ചമയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ED ഉൾപ്പെടെയും നടത്തിവരുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ ഇപ്പോഴും റിമാൻഡിൽ തുടരുന്ന സാഹചര്യമുണ്ട്, ഇപ്പോഴും ജയിലിൽ തുടരുന്ന സാഹചര്യമുണ്ട്. ഈ കരാർ പ്രകാരമുള്ള അതായത് കമ്പനിയിലൂടെ കരാർ പ്രകാരം എത്തുന്ന രോഗികൾക്ക് ആശുപത്രിയിൽ ഈ അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സകൾ ലഭ്യമാക്കുകയും അതിന് പ്രതിഫലമായിട്ട് കമ്പനിക്ക് ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ കമ്മീഷൻ നൽകുകയും ചെയ്യും എന്ന വ്യവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഈ കരാറെന്നാണ് അന്വേഷണത്തിൽ ലഭിച്ച രേഖകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ കമ്മീഷൻ കരാർ ഉണ്ടായിരുന്നത് മാത്രം നിയമവിരുദ്ധമായ അവയവ കച്ചവടത്തിൽ ആശുപത്രിക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കുന്നില്ല എന്നൊരു വിശദീകരണവും കൂടി വരുന്നുണ്ട് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും. വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള അവയവ മാറ്റത്തിൽ ആശുപത്രിയുടെ അധികൃതർക്ക് അറിവോ പങ്കാളിത്തം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഇത് മാത്രമല്ല വ്യാജ തിരിച്ചറിയൽ രേഖകളും മറ്റ് ബന്ധുത്വ സർട്ടിഫിക്കറ്റുകളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഉപയോഗിച്ചിട്ടാണ് അവയവ മാറ്റത്തിന് അനുമതി തേടിയെന്നാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. ഈ രേഖകൾ ആരാണ് തയ്യാറാക്കിയത്, അതിൽ ആരൊക്കെയാണ് ഗൂഢാചരണത്തിൽ പങ്കെടുത്തത് എന്നിവ കേന്ദ്രീകരിച്ചും ഉള്ള അതായത് ഈ നജീബ് കല്ലഡ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘത്തെ, കൊല്ലം സ്വദേശികൾ ഉൾപ്പെടെയുള്ള ആളുകളെ, ED ഉൾപ്പെടെയുള്ള ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട്. ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തുടർന്നും ഇത്തരമുള്ള വ്യാജരേഖകൾ ചമയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് ആരാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കേന്ദ്രീകരിച്ചും ഉള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മുഖ്യപ്രതി നജീബ് ഉൾപ്പെടെയുള്ള പ്രതികളെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്ന സാഹചര്യം തുടരുന്നുണ്ട്. ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. രേണുക, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിൽ മുൻ സർക്കാരിന്റെയും ചീഫ് സെക്രട്ടറി A. ജയതിലകിന്റെയും നിയമവിരുദ്ധ ഇടപെടലിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. അജണ്ടയിൽ ഇല്ലാതിരുന്ന വിഷയമായിട്ടും പാരിസ്ഥിതിക പഠനം വേണ്ടെന്ന് ചീഫ് സെക്രട്ടറി KSDMA എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തു. മുൻ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ ദുരന്ത നിവാരണ നിയമത്തിലെ 18, 22 വകുപ്പുകൾ പ്രകാരം നിയമവിരുദ്ധമാണ്. കൊങ്കൺ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ KSDMA നടത്തേണ്ടതില്ല എന്നായിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം. A. ജയതിലകിന്റെയും പിണറായി സർക്കാരിന്റെയും ഇടപെടൽ വ്യക്തമാക്കുന്ന രേഖകൾ News 18 പുറത്തുവിടുന്നു.
കൊങ്കൺ റെയിൽവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാരും മുൻ ചീഫ് സെക്രട്ടറിയും നടത്തിയ ചില നിയമവിരുദ്ധമായ നടപടികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSDMA പോലെയുള്ള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ എല്ലാ നിയമപരമായ അവകാശങ്ങളുണ്ടായിട്ടും ആ നിയമപരമായ അവകാശങ്ങളെയൊക്കെ തന്നെ മറികടന്ന് നിയമത്തെ തെറ്റായ രീതിയിൽ മറികടന്നുകൊണ്ട് മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് ഈ ഫയലുകൾ, അതായത് കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെ ഫയലുകൾ മടക്കി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അത് DDMA വയനാട് പോലെയുള്ള ഒരു സംവിധാനം ഇതിനകത്ത് പാരിസ്ഥിതികമായ ഒരു ആഘാതത്തെ സംബന്ധിച്ച വിലയിരുത്തൽ, സുരക്ഷിതത്വം, പ്രത്യേകിച്ച് ചൂരൽമലയും മുണ്ടക്കയും ഉള്ള ഘട്ടത്തിൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് സർക്കാരിൻ്റെതായ ഒരു പഠനം വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ ആവശ്യത്തെ എന്തുകൊണ്ട് നിരാകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു നിർണായക വിവരം കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ നേരത്തെ പുറത്തുവിട്ട മിനിറ്റ്സിൽ ചേർന്ന യോഗം 3/6/2025 ചേരുന്നത്. ആ യോഗത്തിൽ നടന്ന ചില കള്ളക്കളികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുക്കുന്ന സുപ്രധാനമായ യോഗമാണ് KSDMAയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം. ഈ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എന്താണ് ഈ യോഗത്തിൽ പാസ്സാക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് വിവിധ ചർച്ചകളും അതോടൊപ്പം തന്നെ അതിനകത്തൊരു അന്തിമ തീരുമാനവും എടുത്തിട്ടാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് KSDMA കടക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3/6/2025 അതായത് കൊങ്കൺ റെയിൽവേയുടെ ഫയലുകൾ മടക്കാൻ തീരുമാനമെടുത്ത ആ യോഗത്തിന്റെ അജണ്ട നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സംശയം ഉയർത്തുന്നത്. അതായത് 3/6/2025 യോഗം ചേരുന്നുണ്ടെങ്കിൽ ആ ഇത്രയും വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിന്റെ അജണ്ടയുടെ അജണ്ട എല്ലാവർക്കും ലഭ്യമാകുന്നത് തലേ ദിവസം മാത്രമാണ് എന്നുള്ളതാണ്. 2/6/2025 മാത്രമാണ് ഈ അജണ്ട നൽകുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ അജണ്ടയിൽ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അടിസ്ഥാന വികസനം ആവശ്യമുള്ള പദ്ധതിയെ അതിന്റെ ഫയലുകൾ KSDMAയുടെ ടേബിളിൽ ഇരിക്കുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് പഠിക്കാനോ ഒന്നും അവസരം നൽകാതെ ഈ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട അജണ്ട പോലും നൽകിയ അജണ്ടയുടെ ലിസ്റ്റിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയ അജണ്ടയുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. MSc എൽസയുമായി ബന്ധപ്പെട്ടതും കോവിഡുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാനെന്നുള്ള രീതിയിലായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ പിറ്റേ ദിവസം 3/6/2025 ചേർന്ന യോഗത്തിൽ വളരെ നാടകീയമായി ഈ KSDMAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയറായ ജയതിലക്, മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് ഈ വിഷയം അതിനകത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു നിയമപരമായി അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. ഒന്ന്, ഈ അജണ്ടയിൽ നിന്ന് എന്തുകൊണ്ട് ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടും ഇത് മറച്ചുവെച്ചു എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. അതോടൊപ്പം തന്നെ ഈ അജണ്ടയുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അത് KSDMAയുടെ കൈവശം ഈ കൊങ്കൺ റെയിൽവേ നൽകിയ ചെക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത വിഷയങ്ങളിൽ ചില സംശയങ്ങൾ നിലനിൽക്കെ കൊങ്കൺ റെയിൽവേയുമായി ചേർന്ന് യോഗം വിളിച്ചു ചേർക്കാനായി KSDMA തീരുമാനിച്ച ശേഷമാണ് ആ യോഗം പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഈ ഫയലുകൾ മടക്കി അയക്കാനുള്ള തീരുമാനം നിയമവിരുദ്ധമായി മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് എടുത്തത് എന്നുള്ള ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതെ മുഖ്യമന്ത്രി VD സതീശൻ. പ്ലീഡറെ നിയമിക്കുന്നതിൽ KSUവിന് യാതൊരു പങ്കുമില്ലെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് KSUവിന്റെ തീരുമാനം. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയും അതോടൊപ്പം പാർട്ടിയിലെ പോഷക സംഘടനകളുടെ പ്രതിനിധികളും തമ്മിൽ ഉടലെടുത്ത തർക്കമാണ് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെയുണ്ടായ യൂണിറ്റ് കമ്മിറ്റിയല്ല പ്ലീഡർമാരെ തീരുമാനിക്കുന്നതെന്ന പരാമർശത്തോടെ അതിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി VD സതീശനെതിരെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് KSUവിലെ ഒരു വിഭാഗം. അതോടൊപ്പം VD സതീശനെതിരായ നിലപാട് തുടക്കം മുതലേ എടുത്ത മറുചേരി അത് കൃത്യമായി പാർട്ടിക്കുള്ളിൽ VD സതീശനെതിരെ ഒരു പോർമുഖം തുറക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ അതിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ FB പോസ്റ്റുകളുമൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കണ്ടു തുടങ്ങിയതാണ്. അതിനിടയിലാണ് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അലോഷ്യസ് സേവ്യർ ഇന്നലെ രാത്രി നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമാണെങ്കിൽ ഇതാ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികളെന്ന പരോക്ഷ ഒളിയമ്പ് മുഖ്യമന്ത്രിക്ക് നേരെ ഇതുകൊണ്ട്
ഒരു FB പോസ്റ്റ് ഇന്നലെ ഇടുന്നത്. അതോടെയാണ് ഈ പ്രശ്നം കൂടുതൽ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനിടെയാണ് അലോഷ്യസ് സേവ്യറിന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ശ്രമിച്ച KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രി അനുമതി നിഷേധിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ അപർണ കെ പ്രസന്നൻ, അതായത് ഗവൺമെൻറ് ലോ കോളേജിലെ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ മുൻകാല KSU പ്രവർത്തകയും നേതാവുമായിരുന്നു അപർണ പ്രസന്നൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. 2015-2019 ബാച്ചിൽ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിനിയായ SFI പ്രവർത്തകയാണ് നിലവിലെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജിയോണ ജെയിംസിനെ ഗവൺമെൻറ് പ്ലീഡർ ആക്കിയതിലുള്ള അമർഷം വ്യക്തമാക്കിക്കൊണ്ടാണ് ലോ കോളേജിലെ തന്നെ മുൻ KSU നേതാക്കൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി അതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അവർ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമാണ്, അവർ നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഈ പരിഗണനാ പട്ടികയിൽ വന്നിരിക്കുന്നത്, അതല്ലാണ്ട് ഞങ്ങൾ ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തതല്ല എന്നാണ്. പക്ഷേ അത് ഗണ്ണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോ കോളേജിലെ തന്നെ മുൻ KSU പ്രവർത്തകരും നേതാക്കളുമൊക്കെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇരു ചേരികൾ രൂപപ്പെടുകയാണ്. ഈ പ്ലീഡർമാരെ ഉൾപ്പെടെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. എടുത്ത തീരുമാനങ്ങൾ ഒരു പുനർവിചിന്തനത്തിനും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഈ തീരുമാനങ്ങളിൽ ഉറച്ച് അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ അതൊരു കലാപക്കൊടി ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. KPCC നേതൃയോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ആഴ്ചകളായി ഉന്നയിക്കപ്പെടുന്നു. പക്ഷേ ഇതുവരെ അത് ചേർന്നിട്ടില്ല. UDFൻ്റെ മുന്നണി യോഗവും ഇതുവരെ ചേർന്നിട്ടില്ല. അടിയന്തരമായി ഈ രണ്ട് യോഗവും ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കൃത്യമായി ഈ നിലപാടുകൾക്കെതിരെ പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ അല്ലെങ്കിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ എടുക്കുന്ന തീരുമാനങ്ങളിൽ കടുത്ത അമർഷം വ്യാപകമായി നേതാക്കളുടെയും പോഷക സംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. അതിനെ മുഖ്യമന്ത്രി VD സതീശൻ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ച് KPCC വക്താവ് അനൂപ് VR. ഹിന്ദു ഐക്യവേദി നേതാക്കളോട് കാണിച്ച പരിഗണനയെങ്കിലും KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനോടും KSU സംസ്ഥാന പ്രസിഡന്റിനോടും മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു. ആ പരിഗണന ഇരുവരും അർഹിക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ കൂടെ സർക്കാർ ആണെന്നും FB പോസ്റ്റിൽ അനൂപ് പറയുന്നു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, നേരത്തെയും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ VR അനൂപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വലിയ ഒരു വികാരം മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് VR അനൂപ് കോൺഗ്രസ് വക്താവിന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരമൊരു വിമർശനം വീണ്ടും ഉണ്ടാകുന്നത്. എങ്ങനെ കാണണം? ഇതൊരു കോൺഗ്രസിലെ ഒരു പൊതുവികാരമായി മാറുന്നുണ്ടോ? ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ ചേരിതിരിവിന്റെ പ്രത്യക്ഷമായ സൂചകങ്ങളായി വേണം VR അനൂപിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെയും നോക്കിക്കാണാൻ. KC പക്ഷത്തെ ഏറ്റവും വിശ്വസ്തനായ നേതാക്കളിൽ ഒരാളാണ് KPCC വക്താവ് കൂടിയായ VR അനൂപ്. നേരത്തെയും പരസ്യ നിലപാട് മുഖ്യമന്ത്രിക്കെതിരെ അനൂപ് സ്വീകരിച്ചിട്ടുണ്ട്. ആ അനൂപാണ് ഇപ്പോൾ PM നിയാസ് എന്ന KPCC ജനറൽ സെക്രട്ടറിക്കും അലോഷ്യസ് സേവ്യർ എന്ന KSU സംസ്ഥാന അധ്യക്ഷനും കാണാൻ അനുമതി നിഷേധിച്ച മുഖ്യമന്ത്രി ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് ഒപ്പം നിന്ന് ചിത്രമെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് രൂക്ഷ വിമർശനം ഉന്നയിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എടുത്തു പറയുന്ന കാര്യം, മുഖ്യമന്ത്രിയെ കാണാനുള്ള അർഹത KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന നിയാസിനും KSU സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവ്യറിനുമുണ്ട്. കാരണം ഈ സർക്കാർ അവരുടേത് കൂടിയാണ്, ഇത് ഞങ്ങളുടേത് കൂടിയാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ നേതൃയോഗം ചേർന്നാൽ അതിന്റെ സ്വഭാവം ഏതു തരത്തിലായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് പാർട്ടി വക്താക്കളുടെയും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെയും ഭാഗത്തുനിന്ന് ഒരേപോലെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ പരസ്യ പ്രതികരണങ്ങൾ. അതിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടായിരിക്കും ഇനി നിർണായകമായി മാറുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ KPCC അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. ഡൽഹിയിൽ മടങ്ങിയെത്തുന്ന രാഹുൽ ഗാന്ധിയുമായി അവസാനവട്ട ചർച്ച നടത്തിയ ശേഷമാകും പ്രഖ്യാപനം. 3 പേരുകളാണ് അവസാന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിനായി മുഖ്യമന്ത്രി VD സതീശനും മാത്യു കുഴൽനാടനായി KC വേണുഗോപാൽ പക്ഷവും സമ്മർദ്ദം ശക്തമാക്കിയതോടെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടാകും നിർണായകമാവുക. മുഴുവൻ സമയ ചുമതലയുള്ള അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് സർക്കാർ പാർട്ടി ഏകോപനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ച് 1 ഡസനിലേറെ നേതാക്കൾ രംഗത്തെത്തുകയും ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ KPCC അധ്യക്ഷരെ കണ്ടെത്തുന്ന പ്രക്രിയ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ
വലിയ വെല്ലുവിളി ഉണർത്തുന്ന തരത്തിലേക്ക് മാറിയത്. അതിനിടെയാണ് രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനത്തിന് വേണ്ടി ഡൽഹിയിൽ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ പാതി വഴിയിൽ വഴിമുട്ടിയത്. പക്ഷേ അതിനിടയിലും സംസ്ഥാനത്തെ രണ്ട് പ്രബല വിഭാഗങ്ങൾ, അതായത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും കെ.സി. വേണുഗോപാൽ പക്ഷവും അതിശക്തമായി രണ്ട് പേരുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് സമ്മർദ്ദം ശക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. നിലവിൽ മാവേലിക്കരയിൽ നിന്നുള്ള MP കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വി.ഡി. സതീശൻ പക്ഷവും അതേസമയം മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴ MLA കൂടിയായ മാത്യു കുഴൽനാടൻ MLAയ്ക്ക് വേണ്ടി കെ.സി. വേണുഗോപാൽ പക്ഷവും അവസാനവട്ട സമ്മർദ്ദവും ശക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. രണ്ടു പേർക്കും അവരുടെ മെറിറ്റുകളുണ്ട്. ആ മെറിറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരു നേതാക്കളെയും പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ സമ്മർദ്ദം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി, AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളോട് ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു. തർക്കത്തിലേക്ക് വഴിവെക്കാതെ മുഴുവൻ സമയ ചുമതലയുള്ള ഒരു അധ്യക്ഷനെ അടിയന്തരമായി തന്നെ നിയോഗിക്കണം. കാരണം പാർട്ടിക്കും സർക്കാരിനുമിടയിൽ ഒരു ഏകോപനമില്ലാത്തത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ തർക്കങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായി മുഴുവൻ സമയ ചുമതലയുള്ള ഒരു അധ്യക്ഷനെ നിയോഗിക്കണമെന്ന നിലപാട് AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ദീപാദാസ് മുൻഷി അറിയിച്ചിട്ടുണ്ട്. ദീപാദാസ് മുൻഷി അക്കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ഇന്നോ നാളെയോ മടങ്ങിയെത്തുമെന്നായിരുന്നു ആദ്യം അറിഞ്ഞ വിവരങ്ങൾ. അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അതിന് മാറ്റമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി മടങ്ങിയെത്തിയാൽ ഉടൻ ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കും. ആരുടെ നിലപാടിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക? അതായത് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനും കൂടി സ്വീകാര്യതയുള്ള ഒരാളെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരിക്കും ഉണ്ടാകുക. കാരണം പാർട്ടിക്കും സർക്കാരിനുമിടയിൽ ഒരു ഏകോപനം ഉണ്ടാകണമെങ്കിൽ പാർട്ടിക്കും അതോടൊപ്പം സർക്കാരിനും ഒരുപോലെ സ്വീകാര്യതയുള്ള ആളായിരിക്കണം പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ. അവിടെയാണ് ഈ ഇരു വിഭാഗങ്ങൾ മാത്യു കുഴൽനാടന് വേണ്ടിയും കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടിയും സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പുതിയ KPCC അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. രാഹുൽ ഗാന്ധി മടങ്ങിയെത്തിയാൽ ഉടൻ തീരുമാനം പ്രതീക്ഷിക്കാമെന്ന് അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എപ്പോഴെത്തും, എന്ത് തീരുമാനം എപ്പോൾ? വൈകാതെ തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉചിതമായ തീരുമാനം തക്ക സമയത്തുണ്ടാവും. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്തിൽ വീണ്ടും കടുപ്പിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഗ്രൂപ്പ് ജാതി സമവാക്യങ്ങൾ മാനദണ്ഡമാക്കരുതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. തന്നെക്കാൾ യോഗ്യതയുള്ള ആളെ KPCC പ്രസിഡന്റ് ആക്കുന്നതിൽ വിയോജിപ്പില്ല. 102 സീറ്റിൽ അഹങ്കരിക്കേണ്ടെന്നും ഇനിയും തെരഞ്ഞെടുപ്പ് വരാനുണ്ടെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുന്നറിയിപ്പ്. 1968 കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ് ഞാൻ. അതിനുശേഷം 78 തൊട്ട് കേരള യൂത്ത് കോൺഗ്രസിന്റെ നിരവധി വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്നു, നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്നു, സേവാദൾ ചെയർമാൻ ആയിരുന്നു, സേവാദളിന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്നു, ഞാൻ കോൺഗ്രസിന്റെ വക്താവായിരുന്നു, ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും 140 അസംബ്ലി മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ 1000-ലധികം വരുന്ന പഞ്ചായത്തുകളിലും ഞാനൊരു 7 പ്രാവശ്യം വെച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെക്കാൾ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ KPCC പ്രസിഡന്റ് ആക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ജാതി സമവാക്യങ്ങളുടെ പേരിൽ യോഗ്യത മാനദണ്ഡമാക്കാതെ ഒരാളെ വെച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സംഘടനാ പ്രവർത്തനം മുന്നോട്ട് നീങ്ങത്തില്ല. അപ്പൊ കോൺഗ്രസ് ഈ 102 സീറ്റ് കിട്ടി എന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട കാര്യമില്ല. ഈ 102 സീറ്റ് എങ്ങനെയാ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ 5 വർഷക്കാലം കോൺഗ്രസ് സംഘടന കെട്ടിപ്പടുത്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ വാക്കല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരും, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരും, അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിയുടെ പെർഫോമൻസ് ആണ് ഇനിയുള്ള കാലത്തെ ഏറ്റവും കാതലായ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. VSന് സ്മാരകം വേണമെന്ന ആശയത്തെ CPI എതിർക്കുന്നില്ല. TV തോമസിന് സ്മാരകം വരുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ VSന് അവിടെ ഒരു സ്മാരകം വേണം എന്ന ആശയം മുന്നിൽ വന്നു. ആ ആശയത്തെ CPI എതിർക്കുന്നില്ല. ആശയത്തെ പണ്ടേ ഒരു ആശയമുണ്ടായിരുന്നു. ആ സമരത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ്, പടനായകനായിട്ട് എല്ലാവരും അറിയുന്ന ആദരിക്കുന്ന TV തോമസിന് സ്മാരകം വേണമെന്ന്. അന്ന് CPM ധാരണപ്രകാരം അവിടെ ഒരു നേതാവിൻ്റെയും സ്മാരകം പ്രത്യേകമായി വേണ്ട എന്നായിരുന്നു.
ആ ധാരണയെ CPIക്കും CPMനും സ്വീകാര്യമായിരുന്നു. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ VS അവിടെ ഒരു സ്മാരകം വേണ്ടി വന്നപ്പോൾ CPI സഖാക്കളും CPMനെ പോലെ തന്നെ അതിനെ പൂർണ്ണമായി പിന്താങ്ങി. അതോടൊപ്പം ഏറ്റവും ശരിയായ തീരുമാനമാണ് സഖാവ് TV തോമസിനും അവിടെ ഒരു സ്മാരകം ഉണ്ടാകണമെന്നുള്ളത്. മാർച്ച് 26-ാം തീയതി സഖാവ് TVയുടെ അനുസ്മരണ ദിനമാണ്. അന്ന് ആ ദിവസത്തോടുകൂടി അവിടെയും TV തോമസിൻ്റെ സ്മാരകത്തിൻ്റെ പണിയുടെ ഒരു ഘട്ടമെങ്കിലും പൂർത്തിയാക്കാൻ പറ്റുമെന്ന് CPI പ്രതീക്ഷിക്കുന്നു. പ്രിയദർശിനി പദ്ധതിയിൽ 3.81 കോടി സൗജന്യ യാത്രകൾ നടന്നെന്ന് മന്ത്രി CP ജോൺ. 12.71 ലക്ഷം സ്ത്രീകൾ എല്ലാ ദിവസവും സൗജന്യ യാത്ര ചെയ്യുന്നു. വിനോദസഞ്ചാര മേഖലയിൽ പദ്ധതി ഗുണകരമായ മാറ്റം കൊണ്ടുവന്നെന്നും CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതിയിൽ ഇപ്പോൾ ഇന്നലെ അവസാനിച്ച ഒരു മാസത്തിനിടയിൽ 3.81 കോടി യാത്രകളാണ് നടന്നിട്ടുള്ളത്. യാത്രക്കാരല്ല, യാത്ര. ഒരാൾ തന്നെ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ടാവും. ഫ്രീ ജേണീസ് 3.81 യാത്രകൾ നടന്നു. അത് നമ്മുടെ ജനസംഖ്യയേക്കാളും കൂടുതലാണ്. എങ്കിലും അതൊരു രസകരമായ ഒരു കണക്കാണ്. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ നെറുകയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നു. സ്ത്രീകളുടെ വരുമാന വർധനവുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ടൂറിസം സെക്ടറിനെ കൂടി ബാധിച്ചിട്ടുണ്ട്. ബാധിക്കാന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. ടൂറിസത്തിന് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരാണ്. അവിടെ 48% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ വിധി തിങ്കളാഴ്ച. മിറ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വാദം പൂർത്തിയായി. വീഡിയോ കോൺഫറൻസ് വഴി പ്രതി ചെന്താമരയും ഹാജരായിരുന്നു. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം വാദിച്ചു. പ്രകോപിപ്പിച്ചാൽ ആരെയും കൊല്ലുമെന്ന് പറയുന്ന പ്രതിയെ എങ്ങനെ സമൂഹത്തിൽ വിടാൻ പറ്റുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ എതിർവാദം. മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ അവർ ഹാജരാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ആ റിപ്പോർട്ടിൽ പറയുന്നത് അയാൾക്ക് റിമോഴ്സ് ചെയ്യാൻ, അയാൾക്ക് പശ്ചാത്താപമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്, ഇങ്ങനെ ചെയ്തതിൽ വിഷമമുണ്ട്. അയാൾ ജയിലിൽ കടന്നിട്ട് ആ മരിച്ച ആളുടെ രണ്ടാമത്തെ കുട്ടീനെ നോക്കിക്കോളാം എന്നുള്ള രീതിക്കാണ് റിമോഴ്സായിട്ട് അവർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത് പറയുന്നത് റീഹാബിലിറ്റേഷനെ കുറിച്ചിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അയാൾ എങ്ങനെയാണെന്നുള്ളത് റിമോഴ്സിനുള്ള ആകെ ഒരു വാക്കും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ കൂടുതലായിട്ടൊന്നും. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും മിറ്റിഗേറ്റഡ് റിപ്പോർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിന് പോയത് വേറെ 2 വക്കീലന്മാരാണ്. ഡിഫൻസ് കൗൺസിലിൽ നിന്ന് വേറെ 2 വക്കീലന്മാരാണ്. മറ്റേ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ചീഫ് ഒരു മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ചീഫിൻ്റെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതും അയാളുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ആ ഉത്തരങ്ങളൊന്നും ഈ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് യാതൊരു അടിസ്ഥാനം കാണുന്നില്ല. CV അനുമോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, എല്ലാ വാദങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു കോടതി. ഈ പ്രതിഭാഗം മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുത് എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഇത് ഈ ഒരു വിധി പറയുന്നതിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമമാണ് ഇന്ന് മിറ്റിഗേഷൻ റിപ്പോർട്ട് ഹാജരാക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതി പറഞ്ഞ കാര്യങ്ങൾ അതേപടി പകർത്തി വയ്ക്കുകയാണ് ഈ റിപ്പോർട്ടിൽ നിന്നാണ് പ്രോസിക്യൂഷൻ ശക്തമായിട്ട് ആരോപണം ഉന്നയിച്ചത്. അതായത് ഇയാൾക്കൊരു തരത്തിലും മനമാറ്റം ഉണ്ടാകില്ല എന്നെല്ലാമുള്ള റിപ്പോർട്ടുള്ള സാഹചര്യത്തിൽ ആ പ്രതി പറയുന്ന കാര്യങ്ങൾ ദയാവായ്പ ലഭിക്കുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടായിട്ടാണ് മിറ്റിഗേഷൻ റിപ്പോർട്ട് നിയമസഹായ സമിതി സമർപ്പിച്ചിട്ടുള്ളത്. ഇത് അംഗീകരിക്കരുത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ജയിലിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന പണം കൊണ്ട്
സുധാകരൻ്റെ മക്കളെ സംരക്ഷിക്കാമെന്നൊക്കെ പറയുന്നത് അപഹാസ്യമായ ഒരു കാര്യമാണ്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ പ്രകോപിപ്പിച്ചാൽ ആരെയും കൊല്ലുമെന്നൊക്കെ പറയുന്ന പ്രതിയെ എങ്ങനെ പിന്നീട് തുറന്നുവിടും എന്ന ചോദ്യവും പ്രോസിക്യൂഷൻ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ പ്രതിക്ക് മാനസാന്തരം ഉണ്ടായിക്കൂടുന്നില്ല എന്നൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകരുതെന്ന കാര്യമാണ് അവർ ഉന്നയിക്കുന്നുള്ളത്. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിഭാഗം അവരുടെ വാദം പൂർത്തീകരിച്ചത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതിൽ വിധി വരും. സ്വാഭാവികമായിട്ടും പ്രതിഭാഗത്തിന് പ്രായത്തിൻ്റെ ആനുകൂല്യവും അതുപോലെ ഭാവിയിൽ മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയും മുൻനിർത്തി വലിയ ശിക്ഷയായിട്ടുള്ള വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുമോ അതോ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ ഇയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകുമോ എന്നുള്ളതൊക്കെ നമുക്ക് തിങ്കളാഴ്ച അറിയാൻ സാധിക്കും. രേണുക. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പാലിയേക്കരയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പ്രതിപിടിയിൽ. ധർമ്മപുരി പെണ്ണകരം അഗ്രഹാരത്തിൽ ചിന്നപ്പെരുമോൾ പ്രഭാകരനാണ് പിടിയിലായത്. തലവണിക്കര സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും ഒന്നിച്ച് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. കരിങ്കല്ലുകൊണ്ടിടിച്ചാണ് പ്രഭാകരനെ കൊന്നത്. ആഴത്തിലുള്ള മുറിവിൽ നിന്നും രക്തം വാർന്നായിരുന്നു മരണം. ധർമ്മസ്ഥല കേസിൽ SIT കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബെൽത്തങ്ങാടി കോടതിയിലാണ് തലയോട്ടിയും അസ്ഥികളും ഉൾപ്പെടെ 7000 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കർണാടക DGP ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ അന്വേഷണത്തിനായി നിയമിച്ചത്. ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതടക്കം നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ SIT അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബെൽത്തങ്ങാടി കോടതിയിലാണ് SIT സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. 12 ഫയലുകൾ അടങ്ങുന്ന 7000-ലധികം പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഇതിനോടൊപ്പം വീഡിയോ മൊഴിയോടുകൂടിയ ഹാർഡ് ഡിസ്കും കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ 255 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഫോറൻസിക് ലാബിലേക്ക് അയച്ച മനുഷ്യ തലയോട്ടികൾ, അസ്ഥികൂടങ്ങൾ, മൊബൈൽ ഫോണുകൾ, രേഖകൾ എന്നിവയുൾപ്പെടെ എല്ലാ വസ്തുക്കളും SIT ഉദ്യോഗസ്ഥർ ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനിടയിൽ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയും ഭാര്യയോടൊപ്പം കോടതി പരിസരത്തെത്തിയിരുന്നു. ധർമ്മസ്ഥല കേസിൽ കോടതിയിൽ ചിന്നയ്യയുടെ വാദം കേൾക്കാനുണ്ടായിരുന്നു. വാദം കേട്ട കോടതി കേസ് ഓഗസ്റ്റ് 29-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി SIT റിപ്പോർട്ട് സമർപ്പിച്ചതോടെ ധർമ്മസ്ഥല കേസിൽ ഇനി കോടതി വിധി നിർണായകമാകും. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. കോട്ടയത്ത് SFI പ്രവർത്തകർ സംഘം ചേർന്ന് KSU പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. K കോളേജിലെ SFI പ്രവർത്തകരാണ് മർദ്ദിച്ചത്. ഹെൽമറ്റ് കൊണ്ടടക്കം അതിക്രൂരമായിട്ടായിരുന്നു മർദ്ദനം. പുലരിക്കുന്ന സ്റ്റാർസ് കോളേജിലെ KSU പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് ദമ്പതികൾക്ക് പരിക്ക്. തൃശൂർ ഗുരുവായൂരിലായിരുന്നു സംഭവം. ആരോ വീട്ടിൽ തപ്പൻ, ഭാര്യ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഇരുവരെയും ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല എന്നതാണ് വിവരം. അരനൂറ്റാണ്ടിലേറെ നീണ്ട അനിശ്ചിതത്വത്തിനും ഭൂതർക്കങ്ങൾക്കും ഒടുവിൽ എറണാകുളം പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു. 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളുടെ നിർമ്മാണത്തിന് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ തറക്കല്ലിട്ടു. ഏറെ ചർച്ചകൾക്കും ഭരണപരമായ നടപടികൾക്കും ഒടുവിലാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപമായത്. 50 വർഷത്തിലധികമായി നീണ്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു.
സമരങ്ങളായിരുന്നു ഒരു സമയത്ത് പാരിയത്തകാവിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് മാറിയിരിക്കുന്നു എന്നതാണ്. ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് ഇന്ന് തറക്കല്ലിട്ടിരിക്കുന്നു. 7 വീടുകൾക്കാണ് തറക്കല്ല് ഇട്ടിരിക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ മന്ത്രി റോജി എം ജോൺ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കുടുംബങ്ങളുടെ സന്തോഷവും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ നിറഞ്ഞ സന്തോഷത്തിൽ തന്നെ എല്ലാവരും തന്നെ തുടരുകയും ചെയ്യുന്നു. കാരണം 7 വീടുകൾ ഇവിടെ നിന്ന് പൊഴിയേണ്ടി വരിക എന്ന 7 വീടുകളാണ് ഇവിടെ നിന്ന് അവർക്ക് സുഖമായത്. അമ്മ ഇത് ഇവിടെ നാളുകളായിട്ട് ഇവിടെ ആയിരുന്നു, വർഷങ്ങളായിട്ട് ഇവിടെ ആയിരുന്നു. ഈ ഒരു പോലീസ് ഇതെല്ലാം വരുമ്പോഴേക്കും ഒരു ആശങ്ക വളരെയധികം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് തീർച്ചയായിട്ടും അല്ലേ. പായസമൊക്കെ വിതരണം ചെയ്തുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു അല്ലേ. പായസം വിതരണം ചെയ്തുകൊണ്ട് അവരെ ഈ ഒരു സന്തോഷത്തിൽ പങ്കാളികളാകുന്നു എന്നതാണ് എല്ലാവരും തന്നെയും ഇവിടെ ഈ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി റോജി എം ജോണും പോകുന്നത്. അദ്ദേഹം നേരത്തെ പ്രതികരിച്ചതുപോലെ ഇത് സർക്കാരിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഇച്ഛാശക്തിയുടെ കൂടി ഒരു വിജയമാണ്. കാരണം ഇവിടെ ഒരു വാശി അത്തരം കാര്യങ്ങളിലില്ല. എല്ലാവരും തന്നെയും ഈ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് ഇവർക്ക് ഒരു പുനരധിവാസം കുടിയൊഴിപ്പിക്കില്ല എന്നത് തീരുമാനിച്ചിരുന്നു. പുനരധിവാസം സാധ്യമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ആ പ്രശ്നം സർക്കാരിൻ്റെ മുമ്പിൽ വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും ബഹുമാനപ്പെട്ട MLAയും MP യും ഒക്കെ ഇവിടെയുണ്ട്, കളക്ടറൊക്കെ ഇവിടെയുണ്ട്. ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയത്. മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു, ഒരു കാരണവശാലും ഈ പരിയത്തുകാവിലെ ഈ ദളിത് കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല എന്ന ഒരു ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിന് രമ്യമായ ഒരു പരിഹാരം കോടതിക്ക് പുറത്ത് കാണാൻ ശ്രമിക്കും എന്നുമുള്ള ഒരു 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചർച്ചകളുമായി മുന്നോട്ട് പോയത്. നിരവധി തവണ ചർച്ച ചെയ്യേണ്ടി വന്നു. മണിക്കൂറുകളോളം പാതിരാത്രി വരെ ഞങ്ങൾ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഇരു കൂട്ടരുമായിട്ടും അതുപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലുടെ ഉൾപ്പെടെ നിയമോപദേശങ്ങളൊക്കെ ലഭിച്ച് അങ്ങനെ എല്ലാവരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. പാലക്കാട് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ആംബുലൻസിൽ നിന്നും ഓയിൽ ചോർന്നു. നിരവധി ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണു. അപകടത്തിൽപ്പെട്ട ആംബുലൻസ് നീക്കം ചെയ്യുന്നതിനിടെയാണ് ഓയിൽ ചോർന്നത്. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് വളവിലായിരുന്നു അപകടം. അമേരിക്ക ഇറാൻ ആക്രമണം കനത്ത പശ്ചാത്തലത്തിൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് കർശന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. ഹോർമുസിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ ജീവനക്കാരെ നിയോഗിക്കരുതെന്നാണ് ഉത്തരവ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷനാണ് ഇത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശം ഷിപ്പിംഗ് കമ്പനികൾക്ക് നൽകിയത്. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ഡ്രോൺ വീണ് കുവൈറ്റിലെ ഒരു വെയർഹൌസ് തകർന്നതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാനെ ആക്രമിച്ചാൽ മേഖലയിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, 4 ദിവസം തുടർച്ചയായി അമേരിക്കയുടെ ആക്രമണം ഇറാന്റെ മണ്ണിലുണ്ടായിരുന്നു. ഇന്നലത്തെ രാത്രി എങ്ങനെയായിരുന്നു? ഏറ്റുമുട്ടൽ തുടരുകയാണോ? സമാധാനത്തിന്റെ പാതയിലേക്ക് ഇരു രാഷ്ട്രങ്ങളും മാറാൻ എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ? രേണുക, അമേരിക്കയുടെ പുതിയ ആക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇറാനിൽ ഇതുവരെ മരണസംഖ്യ 35 ആയതായിട്ടാണ് വിവരം. 300ഓളം പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാക്രമണമായി ഗൾഫ് രാജ്യങ്ങളെയാണ് ഇറാൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത്. ഗൾഫ് മേഖലയിൽ കനത്ത നാശനഷ്ടം തന്നെ ഇറാൻ വരുത്തിയിട്ടുണ്ടെന്നാണ് IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവനയിൽ പറയുന്നത്. കുവൈറ്റിൽ നടന്ന ഒരു ആക്രമണത്തിന്റെ വിവരങ്ങൾ യൂറോപ്യൻ സാറ്റലൈറ്റ് ഏജൻസി പുറത്തുവിട്ട ചിത്രങ്ങളിലൂടെയും വ്യക്തമായിട്ടുണ്ട്. ഇതൊരു അമേരിക്കൻ ബന്ധമുള്ള വെയർഹൌസ് ആണ് ഇറാൻ തകർത്തതെന്നാണ് വിവരമുള്ളത്. ഈ ആക്രമണം നടന്നിട്ടുള്ളത് കുവൈറ്റിലുള്ള മിന അബ്ദുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു US-ന്റെ ലോജിസ്റ്റിക് കേന്ദ്രത്തിലേക്ക് തങ്ങൾ ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ബഹ്റൈനിലും അതുപോലെ ജോർദാനിലും ഉൾപ്പെടെ നിരവധി US വിമാനത്താവളങ്ങളെയും അതുപോലെ തന്നെ മറ്റ്
എയർഫോഴ്സ് കേന്ദ്രങ്ങളെയും എല്ലാം IRGC ലക്ഷ്യം വെച്ചിരുന്നു. ഇവിടെയും കനത്ത നാശനഷ്ടങ്ങൾ ഉള്ളതായിട്ടാണ് ഇറാൻ പുറത്തുവിട്ടിട്ടുള്ള പത്രക്കുറിപ്പിൽ പറയുന്നത്. ഈ അറബ് രാഷ്ട്രങ്ങൾ പറയുന്നത് ഇറാന്റെ ആക്രമണങ്ങളെ തങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചു എന്നാണ്. ജോർദാൻ ഇന്ന് പുലർച്ചെ മാത്രം 8ഓളം മിസൈലുകളെയാണ് നിർവീര്യമാക്കിയതെന്നും പറയുന്നു. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഒരു വലിയ നിർദ്ദേശമുണ്ട്. ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ഈ കപ്പലുകളിൽ ഇന്ത്യൻ ജീവനക്കാരെ ഒരിക്കലും ജോലിക്കായി നിയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ഈ നാവികരെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. ഈ കപ്പൽ മേഖലയിൽ മാത്രം ഏതാണ്ട് 3 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം 13 ഇന്ത്യക്കാരാണ് വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 2 ദിവസം മുൻപേ ഒരു UAE കപ്പൽ ആക്രമിച്ച് തകർത്തതിലും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കപ്പൽ മാനേജർമാർക്കും അതുപോലെ തന്നെ വിവിധ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. ഇന്ത്യൻ ജീവനക്കാരെ കപ്പലുകളിൽ നിലവിൽ ജോലിക്ക് എടുക്കരുത് എന്നുള്ളത്. ഇനിയൊരു നിർദ്ദേശം പുറപ്പെടുവിക്കും വരെ ഈ ഒരു ഉത്തരവ് പ്രാബല്യത്തിലായിരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷനാണ് ഇത്തരം ഒരു ഉത്തരവ് നിലവിൽ പുറത്തിറക്കിയിട്ടുള്ളത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ആരടിക്കും ലോകകപ്പ് ഫുട്ബോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ഫിഫ ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ. 1-നെതിരെ 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് അർജന്റീന ഫൈനലിലെത്തിയത്. അവസാന 8 മിനിറ്റുകളിലായിരുന്നു അർജന്റീനയുടെ 2 ഗോളുകൾ. ഇന്നാണ് അർജന്റീനയായത്. കടുപ്പം കൂടിയ എതിരാളിയെ കിട്ടിയാൽ തങ്ങൾ കടുകട്ടിയാകുമെന്ന് ബോധ്യപ്പെടുത്തിയ പ്രകടനം. ലോക ചാമ്പ്യന്മാരുടെ മികവ് കളത്തിൽ കണ്ട ദിനം. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും കളത്തിലുണ്ടോ എന്ന് സംശയിക്കും വിധത്തിൽ മത്സരം നിയന്ത്രിച്ചു ആൽബി സെലസ്റ്റെ. ചില്ലറ പരുക്കൻ അടവുകളല്ലാതെ ആദ്യ പകുതിയിൽ കളി കുറവായിരുന്നു. 2ാം പകുതിയിൽ സീൻ മാറി. 55ാം മിനിറ്റിൽ ഗോർഡൻ ഇംഗ്ലണ്ടിന് വേണ്ടി സ്കോർ ചെയ്തതോടെ അതുവരെ ആർത്തലച്ച അർജന്റീന ആരാധകർ നിശബ്ദരായി. പിന്നീടാണ് മെസ്സിയും സംഘവും തനിസ്വരൂപം പുറത്തെടുത്തത്. ഒറ്റ ഗോൾ ലീഡിൽ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞത് ഇംഗ്ലണ്ട് കാട്ടിയ മണ്ടത്തരം. ഒന്നിനു പിറകെ ഒന്നായി ഇംഗ്ലീഷ് ബോക്സിലേക്ക് പന്തുകൾ പാഞ്ഞെത്തിക്കൊണ്ടേയിരുന്നു. വിങ്ങിൽ നിന്ന് ഗോളുകളുടെ ഹോൾസെയിൽ സപ്ലയറെ പോലെ മെസ്സിയുടെ പടയോട്ടം. നോക്കൌട്ട് പോരാട്ടങ്ങളിൽ കണ്ടതിന് സമാനമായിരുന്നു ഇത്തവണയും. 85ാം മിനിറ്റിൽ സമനില ഗോൾ. മെസ്സിയുടെ അസിസ്റ്റിൽ എൻസോയുടെ അതിഗംഭീര ഫിനിഷിംഗ്. നിർത്തിയില്ല അവിടെ, ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇഞ്ചുറി ടൈമിൽ ലൗതാരോ മാർട്ടിനസ് മെസ്സിയുടെ ക്രോസിനെ ഹെഡർ ഗോളാക്കി മാറ്റി. തോൽവി സമ്മതിക്കുകയല്ലാതെ മറ്റൊരു പോംവഴി ഉണ്ടായിരുന്നില്ല ഇംഗ്ലണ്ടിന്. അങ്ങനെ തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനലിലേക്ക് മെസ്സിയും സംഘവും ഇരമ്പിയെത്തി. ലോകകപ്പിനും അർജന്റീനയ്ക്കുമിടയിൽ ഇനി സ്പെയിൻ എന്ന കടമ്പ മാത്രം. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. മോഹൻലാലും ഫഹദ് ഫാസിലും IM വിജയനും ഉൾപ്പെടെ നിരവധി മലയാളികളാണ് അറ്റ്ലാന്റയിൽ അർജന്റീനയുടെ മത്സരം കാണാനെത്തിയത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതിന് പിന്നാലെ ആരംഭിച്ച ആഘോഷം അറ്റ്ലാന്റയിൽ മണിക്കൂറുകളോളം തുടർന്നു. US-ൽ നിന്ന് പ്രതാപ് ജയലക്ഷ്മിയുടെ റിപ്പോർട്ട് കാണാം. ആഘോഷത്തിമിർപ്പിലാണ് അറ്റ്ലാന്റ. അർജന്റീനയുടെ വിജയത്തിൽ മതിമറക്കുകയാണ് ആരാധകർ. ഫാൻ സോണുകളിൽ ആഘോഷം ഏറെ നീണ്ടു. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും ഫഹദ് ഫാസിലും സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തി. ഫുട്ബോൾ താരം IM വിജയനും ഇഷ്ട ടീമിന്റെ വിജയത്തിൽ ആവേശം കൊണ്ടു. കളിയുടെ വിജയത്തിന് എങ്ങനെ കാണുന്നു?
അർജന്റീന എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റാണ്, അർജന്റീന ഒരു നല്ല കളി എന്ന് പറയുന്നത്. പക്ഷെ നല്ല ടീമിന്റെ അടുത്ത് നമ്മുടെ ഇംഗ്ലണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിഫൻസ് ഗെയിമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഗോളോട്ടില്ല, സെക്കൻഡ് ഹാഫിൽ ഗോളടിച്ച് പക്ഷെ അത് കഴിഞ്ഞിട്ട് അതാണ് മാജിക്. ആദ്യത്തെ ഒരു ഗോളിനെ പിന്നിട്ട് നിന്നപ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നുന്നത്? അല്ലെ ഞങ്ങൾക്ക് ഷൂട്ടുണ്ടായിരുന്നു. കളി കണ്ടപ്പോ ഞങ്ങൾക്ക് അടിക്കുന്നു, തീർച്ചയായിട്ടും അടിക്കുന്നു. ഈ പകരക്കാരൻ ഇറങ്ങിയാണ് ഇത്തവണയും എന്താ പറയുക രണ്ടാമത്തെ ഗോള്. അത് സ്ട്രെങ്ത് ബെസ്റ്റാണ്. എന്തായാലും മെസ്സിയുടെ കരുത്തിൽ അർജന്റീന ജയിച്ചത് ആരാധകർക്ക് ഇരട്ടി മധുരമായി. അർജന്റീന ഫാനാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ഇംഗ്ലണ്ട് ഫാനാണ്. ഇംഗ്ലണ്ട് ഫാനാണ്. എന്താണ് ഇംഗ്ലണ്ട് ഫാനിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ? മാനസികാവസ്ഥ അല്പം നിരാശയിലാണ്. ആസ് യൂഷ്വൽ അർജന്റീന ലാസ്റ്റ് മിനിറ്റ് അവർക്ക് ചില മാജിക് വെച്ചിട്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫുട്ബോളിന്റെ ആസ്പെക്ട് നല്ലതായിരുന്നു. ഐ ആം സോ ഹാപ്പി അർജന്റീന ഈസ് വിൻ. സ്പെയിനിനെ മറികടന്ന് ലോക കിരീടം വീണ്ടും അർജന്റീന നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അർജന്റീനയ്ക്ക് ആഘോഷരാവാണ്. വീണ്ടും ഫൈനൽ എത്തിയതിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. പുലരും വരെ പാട്ടും ഡാൻസും ആഘോഷവുമായി അർജന്റീനക്കാർ അടിച്ചു പൊളിക്കുകയാണ് എന്ന് തന്നെ പറയാം. അറ്റ്ലാന്റയിലെ ഫാൻ പാർക്കിൽ നിന്നും പ്രതാപ് ജയലക്ഷ്മി. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രകാശനം ചെയ്തു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനമാണ് ഇത്തവണത്തേത്. 30 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 1 കോടി വീതം 20 പേർക്ക് രണ്ടാം സമ്മാനവുമുണ്ട്. മൂന്നാം സമ്മാനം 25 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പേർക്കും നൽകും. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കും. 500 രൂപയാണ് വില. 90 ലക്ഷം ടിക്കറ്റുകളാണ് ആദ്യഘട്ടം വിൽപ്പനയ്ക്കെത്തുന്നത്. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. തിരുവനന്തപുരത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ദീപിക ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് സ്ഥാനത്ത് നിന്ന് വിരമിച്ച സാബു ജോണിന് പ്രൗഢഗംഭീരമായ യാത്രയയപ്പ് നൽകി. 37 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സാബു ജോൺ ദീപികയിൽ നിന്ന് വിരമിച്ചത്. ഗതാഗത മന്ത്രി CP ജോൺ സാബുവിന് ഉപഹാരം സമ്മാനിച്ചു. മന്ത്രി മോൻസ് ജോസഫ്, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് M. പുതുശ്ശേരി, പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി, കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ, ദീപിക റെസിഡന്റ് മാനേജരും തിരുവനന്തപുരം മേജർ അതിരൂപതാ വികാരി ജനറലുമായ ഫാദർ വർക്കി ആറ്റുപുറത്ത്, KUWJ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി R. കിരൺ ബാബു, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി, മുതിർന്ന മാധ്യമപ്രവർത്തകരായ T. ദേവപ്രസാദ്, അലക്സാണ്ടർ സാം എന്നിവർ സംസാരിച്ചു. ദീപികയ്ക്ക് വേണ്ടി ഷാൾ അണിയിച്ച് ആദരിച്ചു. ദീപികയിലെ മാധ്യമപ്രവർത്തക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ്. കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ് സാബു ജോൺ. നിരവധി രാഷ്ട്രീയ റിപ്പോർട്ടുകളിലൂടെയും നിയമസഭാ അവലോകനങ്ങളിലൂടെയും ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനാണ്. ന്യൂസ് 18 കേരളത്തിലെ ന്യൂസ് എഡിറ്റർ സിനി സാബുവാണ് സാബു ജോണിന്റെ ഭാര്യ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ദൈവ നിയോഗമുണ്ട്. ചിലരെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അത് ഒരു സ്പാർക്ക്. അത് ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പ്രണയിക്കുമ്പോൾ അവരോട് വഴക്കുണ്ടാക്കിയിട്ട് വരെയുണ്ട്. ആ പ്രണയിക്കുന്നത് തെറ്റാണ് എന്ന്. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ 87ാമത് ഷോറൂം കൊട്ടിയത്ത് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിനോക്കി എഡ്വേർഡ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ നാണയങ്ങളും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് 60% വരെ ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, നോ കോസ്റ്റ് EMI, 000 ഫിനാൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു. LED ടിവികൾക്ക് എക്സ്ചേഞ്ച് ഓഫറും ഓണം സീസണിനോടനുബന്ധിച്ച് സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളും പ്രത്യേക ഓഫറുകൾ ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. 1990 മുതൽ പ്രവർത്തിക്കുന്ന പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് കേരളത്തിലെ 73 നഗരങ്ങളിലായി 87 ഷോറൂമുകളിലൂടെ സേവനം നൽകുന്നുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീന്റെ സാന്നിധ്യത്തിലാണ്
ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയത്. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് UGS ഗ്രൂപ്പ് തുക കൈമാറിയത്. കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ UGS ഗ്രൂപ്പ് എപ്പോഴും മുന്നിലുണ്ടാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. ICL ഒന്നിച്ചോണം പൊന്നോണം വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഇത്തവണ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലാണ് പരിപാടികളെന്ന് ICL ഫിൻകോർപ്പ് ചെയർമാൻ KG അനിൽകുമാർ അറിയിച്ചു. പുലികളി, കുമ്മാട്ടി, തെയ്യം, തിറ, തിരുവാതിരക്കളി, കഥകളി തുടങ്ങി കേരളത്തനിമയുള്ള കലാരൂപങ്ങളെല്ലാം അണിനിരത്തിയാണ് ഘോഷയാത്ര. കൂടാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. സ്കൂൾ, കോളേജുകൾ കേന്ദ്രീകരിച്ച് മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 10,790 രൂപ, പവന് 86,320 രൂപ. വെള്ളി ഗ്രാമിന് 235 രൂപ, കിലോയ്ക്ക് 2,35,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. നവമി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.